നമ്മുടെ കഴിവുകൾ ആരാ തിരിച്ചറിയുന്നത്? മാതാപിതാക്കളാണോ, അതോ കൂട്ടുകാരാണോ, അതോ സഹോദരങ്ങളാണോ? എൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരനും എൻ്റെ കുടുംബമാണ്. കാരണം എൻ്റെ അമ്മക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഒട്ടും വിശ്വാസമില്ല, മരിക്കുന്നവരെയും. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിശ്വസിച്ച് ഫസ്റ്റ് ഒരു വർക്ക് എന്നെ ഏൽപ്പിച്ച്. കാരണം ജീവിതത്തിൽ ഞാൻ വയറിങ് കൈകൊണ്ട് ചെയ്യുന്ന ഒരു വലിയ വർക്ക് ABCD അക്ഷരം വെച്ച് മാത്രം ഞാൻ ചെയ്തു എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ. 3 ദിവസം എടുത്തോട്ടോ. ഒരു വലിയൊരു വീടിൻ്റെ വർക്കായിരുന്നു. പഴയ വയർക്കിട്ട ജോയിൻ്റൊക്കെ ചെയ്തത്. അപ്പം ഞാൻ കണക്ഷൻ കൊടുക്കാൻ നേരത്ത് പറഞ്ഞു, ചേട്ടായി, അവൻ്റെ അച്ഛനെ ചേട്ടായിന്നും അമ്മേനെ അമ്മയെന്നും വിളിക്കും, ഇറങ്ങിപ്പോക്കോടാ, നീയും കൂടെ ഇറങ്ങിക്കോ, ഇപ്പം കത്തും, ഞാൻ കൊടുത്തിരിക്കുന്നത് സക്സസ് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എന്താടാ കൊടുക്കടാ, അങ്ങ് കണക്ഷൻ കൊടുക്കടാ, ഓണാക്കടാ എന്ന് പറഞ്ഞു. പോയി അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ കണക്ഷൻ കൊടുത്ത് സക്സസ് ആയി. പിന്നെ എൻ്റെ കൂട്ടുകാരിൽ പലരും ഇപ്പം ഞാൻ എല്ലാവരും നിന്ന് ഒഴിഞ്ഞ് നിൽക്കുക. കാരണം എനിക്കൊരു പ്രശ്നം വന്നപ്പം ആരുടെയും പേര് വരില്ലോ എന്ന് പറഞ്ഞു. ഒരു 3-4 വർഷം മുമ്പ് തന്നെ എല്ലാവരും നിന്ന് ഒതുങ്ങി മാറി ഞാൻ എൻ്റെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് ഞാനിപ്പം ജീവിക്കുന്നു. പക്ഷെ ആ സമയത്ത് അവർ കള്ള് കുടിക്കും, കഞ്ചാവ് അടിക്കും, മയക്കുമരുന്നടിക്കും, എല്ലാം ചെയ്യും. എന്നാൽ പോലും ഒരു കൂട്ടുകാരനെ വഴിതെറ്റിക്കാനായിട്ട് അവരെന്നോട് നീ അത് ചെയ്യടാ, ഇത് ചെയ്യടാ എന്നൊന്നും ഒരിക്കലും അവരെന്നോട് പറഞ്ഞിട്ടില്ല. കാരണം വർഷങ്ങളോളം കൂട്ടത്തിൽ നിന്ന്, കാരണം കുടുംബത്തിന് വേണ്ടി ഞാൻ എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിൻ്റെ ഒപ്പം നിന്നു. പക്ഷെ കുടുംബം എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല കേട്ടോ, ദ്രോഹം അല്ലാതെ. ഞാൻ കുടുംബത്തിൽ തന്നെ എൻ്റെ അമ്മ മരിച്ചു. പറഞ്ഞു വന്ന സെൻറ്റിമെൻറ്റ്സ് ഒന്നും അടിച്ചതൊന്നുമല്ല. ആർക്ക് വേണ്ടി നമ്മുടെ നല്ല സുഹൃത്തുക്കളെ ഒരിക്കലും ഒഴിവാക്കരുതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. നാട്ടുകാർ പലതും പറയും, അവൻ കള്ളാണ്, കഞ്ചാവാണ്, പെണ്ണുപിടിയാന്ന്. പക്ഷേ അവൻ നമ്മളോട് എങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം നോക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ ഇടയ്ക്ക് ഇച്ചിരി വഴി തെറ്റി പോയിട്ടുണ്ടെങ്കിലും ചിലപ്പം കൂട്ടുകാർ കഴിയുകയാണെങ്കിൽ അവരില്ലാതെ ഞാൻ എല്ലാവരും ഒഴിഞ്ഞു മാറി ഞാൻ നേരായ വഴിയിൽ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ കൂട്ടുകാരോളം വരികയില്ല രക്തബന്ധത്തിലുള്ളവരും മാതാപിതാക്കളൊന്നും. ഒരു പരിധി കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ടുപോകും. പക്ഷെ ചില കൂട്ടുകാർ നല്ല നമ്മുടെ ഒപ്പം നിൽക്കും. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ഒരു 15-20 വർഷമായിട്ട് ചങ്ക് പോലെ കൂട്ടത്തിൽ നിന്ന്. എനിക്കൊരു വലിയൊരു പ്രശ്നം വന്നപ്പം നൈസായിട്ട് അവരെന്നെ ഒഴിയിട്ട് പോയി. പക്ഷേ നേരത്തോട്ട് എനിക്കൊരു കൂട്ടുകാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂട്ടുകാരൻ പോലെ കൈ തോളയിട്ട് നടക്കുന്ന ഒരു സൗഹൃദങ്ങളല്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അപ്പം ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ എനിക്ക് എന്തെടുക്കുന്നു പറഞ്ഞാൽ എന്നെ വിളിക്കുന്നൊരു കൂട്ടുകാരുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നതന്നെ ഇപ്പം അവനാണ് എന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നത്. ഒരു സൗഹൃദം ഇപ്പോഴും ഞങ്ങളൊന്ന് കറങ്ങാൻ പോയ. കാരണം ആ സൗഹൃദത്തിന് ഈടില്ല. ഒരു രക്തബന്ധത്തിനും ഒരു ബന്ധങ്ങൾക്കും തരാനൊക്കില്ല ആ സൗഹൃദത്തിന്. ഞങ്ങളുടെ ഹോബി എന്ന് വെച്ചാൽ കട്ടപ്പനെ പോവുക, 2 പൊറോട്ട, ഒരു കറിയിൽ ചായ, അത്രയേ ഉള്ളൂ. പിന്നെ കടകളിലൊക്കെ തിണ്ടുക. പിന്നെ എന്താണ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനൊക്കുന്നുണ്ട്, കറങ്ങാൻ പോകുന്നുണ്ട്. 24 മണി, അതായത് ആഴ്ച 6 ദിവസം പണിക്ക് പോകുന്നു, തിരിച്ച് അതേ സൈറ്റ് വരുന്നു. പുറം ലോകമായിട്ടൊരു ബന്ധം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരു സൗഹൃദത്തിൻ്റെ കാര്യം പറയാൻ കാരണം അത്രയ്ക്കും നല്ലതാണ് ചില സൗഹൃദങ്ങൾ. സൗഹൃദങ്ങൾ നല്ലതുമുണ്ട്, ചീത്തയുണ്ട്, നമ്മളെ മുതലെടുക്കുന്നവരുമുണ്ട്. എന്നെ അപകട സമയത്ത് ഒത്തിരി പേരെന്നോട് ചേർന്ന് നിന്നു. ഒന്നുമില്ലാത്തപ്പം ഒരു പരിധി വരെ ഓരോ ജോലിയൊക്കെ മേടിച്ചു തന്നു. പിന്നെ നമ്മൾ അവർ മുതലെടുക്കുന്നെന്ന് കണ്ടപ്പം എത്ര ഉപകാരം ചെയ്തവരാണെങ്കിലും ഒഴിഞ്ഞു മാറണ്ടേ? അതേപോലെയാണ്. കാരണം ഈ നമ്മുടെ യൂഫോർണിയ നമ്മൾ ഇങ്ങനെ തടയുക, ആ മുള്ളൊന്നും ചെയ്യുകയില്ല. പക്ഷെ അതിനെ ഇങ്ങനെ ദ്രോഹിക്കുന്ന രീതിയിൽ മുറുക്കെ പിടിച്ചാലും ചിലപ്പോൾ അത് നമ്മളൊന്നും ചെയ്യത്തില്ല. ചിലപ്പം കയ്യിൽ പാട് വീണു, അത്രയേ ഉള്ളൂ. നമ്മളെ വേദനിക്കും തോറും വേടിപ്പിക്കുമ്പം നമ്മൾ ഒഴിഞ്ഞു മാറണം. എത്ര നല്ല സൗഹൃദങ്ങളാണെങ്കിലും എല്ലാം ആണെങ്കിലും. പക്ഷേ നല്ല സൗഹൃദങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. അത് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. അതും പറഞ്ഞ ഒരു സൗഹൃദത്തെ മുതലെടുക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പഠിച്ചപ്പം തൊട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. പക്ഷേ പലരെയും കണ്ടിട്ട് വർഷങ്ങളായി. കാരണം വെച്ചാൽ ഞാനായിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ എല്ലാവരുമായിട്ട് അടുക്കത്തുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ഒഴിഞ്ഞു മാറി നിന്നു. പക്ഷെ ആ ഒഴിഞ്ഞു മാറ്റത്തിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് ഇപ്പോഴും ഉണ്ട് നല്ല സുഹൃത്തുക്കൾ. 100 പേര് വേണ്ട, ഒരാളെങ്കിൽ ഒരാളും മതി. ഏതെങ്കിലും രീതിയിൽ നമ്മളെ സഹായിക്കും. ഏത് മോശം സാഹചര്യത്തിലും ആ ഒരു സുഹൃത്ത് നമ്മളെ ചവിട്ടി പുറത്താക്കത്തില്ല. അങ്ങനെ ഒരു സുഹൃത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് അവനാണ് എന്നെപ്പോലൊരു ഭാഗ്യവാൻ. അത്രത്തോളൊരു ഭാഗ്യം എവിടെയും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ തൊഴിലൊന്നും എനിക്ക് ആശാന്മാരേ ഇല്ല.
എൻ്റെ അനുഭവങ്ങളാണ് മാത്രമാണ്. ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് ആദ്യമേ ഒരു സ്വിച്ച് പിടിപ്പിക്കാനും പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ മെയിൻ ഒരു ഹോസ്പിറ്റലിൽ നാനോ ലാബുള്ള സ്ഥലത്ത് നിന്നാണ് ഒരു സ്വിച്ച് പിടിപ്പിക്കാനായിട്ട് ഏകദേശം 2-3 മണിക്കൂർ എടുത്ത്. ബേസ് ന്യൂട്രൺ പോലും അറിയാത്ത സമയത്ത് ഞാൻ ആ കണക്ഷൻ കൊടുത്ത് പഠിച്ചു. ഫസ്റ്റ് മുമ്പോട്ട് ഒരാൾ എന്നെ വിശ്വസിച്ചൊരു വർക്ക് ഏൽപ്പിച്ചു, അത് സക്സസ് ആയിട്ട് ചെയ്യാനെത്തു. ആ ഒരു സൗഹൃദം എൻ്റെ വീട്ടുകാരും പോലും എന്നെ വിശ്വസിക്കാത്ത സമയത്ത് ഒരു കൂട്ടുകാരനും അവൻ്റെ കുടുംബവും വിശ്വസിച്ചു. അതാണ് ഞാൻ സൗഹൃദം എന്ന് പറയാൻ കാരണം. നല്ല സൗഹൃദങ്ങളെ എപ്പോഴും നിലനിർത്തുക, നഷ്ടപ്പെട്ട് കളയാതിരിക്കുക.